എല്ലാം ക്ലിയർ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തുണ്ടായത്. ഒറ്റ ദിവസം കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇത്രയും സ്ക്രീൻഷോട്ട് എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇതുപോലുള്ളത് എല്ലാവരുടെയും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്നുണ്ടാവും. ശ്രദ്ധിച്ചാൽ അറിയാം, ഇതെല്ലാം പല 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 അക്കൗണ്ട്സിൽ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, നൈക്ക ഇങ്ങനെയുള്ള നമ്മുടെ പ്രമുഖ കമ്പനികളുടെ ലോഗോയിലാണ് ഇവർ ഈ ഒരു സ്കാം ചെയ്യുന്നത്. എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ വാട്സപ്പിലേക്ക് പോകും. അവിടെയാണ് പിന്നെ അതിന് ശേഷം ടെലിഗ്രാമിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെലിഗ്രാമിലാകുമ്പോൾ അവർക്ക് ഒറ്റ ക്ലിക്കിൽ നമ്മുടേതും അവരുടെയും ചാറ്റെല്ലാം ക്ലിയർ ചെയ്യാനായിട്ടും തെളിവ് നശിപ്പിക്കാനായിട്ടും സാധിക്കും. സോ ഇങ്ങനത്തെ ഞാൻ കുറേയൊക്കെ പോസ്റ്റ് ഞാൻ ഇതേപോലത്തെ ഏകദേശം ഇത് വർക്ക് ഫ്രം ഹോം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഇത് ഞാൻ ഏകദേശം ഏതാനും എനിക്ക് കിട്ടിയത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബി അവെയർ ഓഫ് ദാറ്റ്. ആരും ചെന്ന് കുഴിയിലൊന്നും വീഴരുത്, ചാടരുത്. മീഷോയുടെ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് ഒരുപാട് സ്കാമുകൾ നടക്കുന്നതിൽ ഒന്ന് മാത്രമാണിത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ അവരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ ചോദിച്ചാലും അവർ അതിനൊന്നുമല്ല, സ്റ്റെപ്പ് 3യിലേക്ക് പോകും, നിങ്ങൾ പർച്ചേസ് ചെയ്യൂ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ബാക്കി എമൗണ്ട്, നിങ്ങളുടെ ഈ അടയ്ക്കുന്ന എമൗണ്ട് ക്രെഡിറ്റ് ആവും. നിങ്ങൾ ഈ സ്റ്റെപ്പോടെ ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. സോ മിക്കവരും അവർ പറയുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ അതും കൂടെ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആവുമല്ലോ എന്നുള്ള രീതിക്ക് പോകാറാണ് പതിവ്. സോ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. നമ്മളത് പോലീസിലോട്ടോ അല്ലെങ്കിൽ നമ്മളങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുക അതായതെന്നൊക്കെ പറഞ്ഞപ്പോൾ ടെലിഗ്രാമിൽ അവൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് അവർ പോയത്. വാട്സപ്പിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ അതിൽ നിന്നും പിന്മാറി. അവർക്ക് പിന്നെ റെസ്പോണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ പോയത്. സോ എല്ലാവരും ഇങ്ങനൊരു സ്കാമിന് അലേർട്ടായിട്ടിരിക്കുക. ആരും ഒന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്ത് പരിചയമില്ലാത്തതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. സോ നമ്മളിതിൽ നിന്ന് ജസ്റ്റ് നമുക്ക് 100 രൂപ ചിലവിൽ മാത്രമാണ് അവളിപ്പോൾ രക്ഷ ആയത്. സോ അതുപോലെ ആരും ചെന്ന് വീഴാതിരിക്കുക. സോ ഗായ്സ്, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ഫീലിങ്സിനെ, ഇമോഷൻസിനെ അല്ലെങ്കിൽ വീക്ക്നെസ്സിനെ വെച്ച് കാശുണ്ടാക്കാനിരിക്കുന്നവരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ. സോ അവർ ഏത് രീതിയിലും എങ്ങനെ ചെയ്താലും അവർക്ക് ഫീലിങ്സൊന്നോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരു വീട്ടിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു ചൂസ് ചെയ്യുന്നതെന്നുള്ള സാമാന്യ ബോധമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ വെച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരായിരിക്കും ഇങ്ങനെ നിൽക്കുന്ന ടീമിലുള്ള എല്ലാവരും. സോ ബി അവെയർ ഓഫ് യുവർ സെൽഫ്. സോ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി ചെന്ന് വീഴാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് വീണാൽ പോലും ആർക്കും പുറത്തോട്ട് പറയാനോ, കാരണം നിങ്ങളെ പറ്റിക്കപ്പെട്ടു എന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേറെ ഡിപ്പെൻഡബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നല്ലതുപോലെ അവെയർ ആയിരിക്കുക, ആരും ചെന്ന് വീഴാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. എനിക്കിതിനകത്തൊന്നും ഒന്നും കിട്ടാനല്ല, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് സ്റ്റോറീസ് ഇങ്ങനെ വരാറുണ്ട്. എല്ലാവർക്കും ഹോപ്പ്ഫുള്ളി വരുമെന്ന് വിചാരിക്കുന്നു. അതിലാരും ചെന്ന് വീഴാതിരിക്കട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ബൈ ബൈ.